ഓരോ മനുഷ്യന്റെ ജീവിതവും ഒരുപാട് കഷ്ടപ്പാടുകളും കയറ്റിറക്കങ്ങളും ഒക്കെ നിറഞ്ഞത് തന്നെയാണ്. എല്ലാവരും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആരും ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതോ അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടിയും കൊണ്ട് ജനിച്ചതോ ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. നമ്മൾ ഓരോ നിലയിലേക്ക് എത്തുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അതൊരു ആക്ടറായാലും ശരി തന്നെയാണ്, ഒരു മറ്റേതെങ്കിലും രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയാലും ശരി തന്നെയാണ്, ഒരു സംരംഭകനോ സംരംഭകയോ ആയാലും ശരി തന്നെയാണ്. ഇന്ന് ശോഭ വിശ്വനാഥും അഖിൽ മാരാറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസ് വീടിനകത്ത് നടന്ന ഒരു പ്രധാന വഴക്ക് പ്രേക്ഷകരെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ലൈവിനകത്ത്. ഞാൻ എപ്പിസോഡ് അപ്ഡേറ്റുമായിട്ട് വരാം. പക്ഷേ അതിൻ്റെ ഒരു ആകെ തുക എനിക്ക് മനസ്സിലായത് വളരെ ലളിതമായി ഞാൻ പറയാം. ശോഭ ഒരു നല്ല കണ്ടസ്റ്റൻ്റ് ആണ്, ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുണ്ട്. പക്ഷേ ശോഭയുടെ ഈ വിക്ടിം കാർഡ് മാത്രമാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. നമ്മൾ ഒരു സമയത്ത് പറയാനുള്ളതെല്ലാം അങ്ങ് പറയും, വായി തോന്നിയതൊക്കെ വിളിക്കും. പട്ടിയെന്നോ തെണ്ടിയെന്നോ ചെറ്റയെന്നോ അല്ലെങ്കിൽ തരംതാണവനെന്നോ അങ്ങനെ വായി തോന്നിയതെല്ലാം പറഞ്ഞിട്ട് പിന്നെ പോയിരുന്നൊരു കരച്ചിലുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേക്ഷക പ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് വരുത്തി തീർക്കാൻ ശോഭ ബോധപൂർവം ശ്രമിക്കുന്നത് പോലെയാണ് ഇന്ന് ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ശോഭയുടെ ഭാഗത്ത് പറയത്തക്ക ന്യായമൊന്നുമില്ല. ബിഗ് ബോസ് വീടാണ്. ഇമോഷണലി എതിരാളിയെ തകർക്കാൻ മറ്റുള്ള മത്സരാർത്ഥികൾ ശ്രമിക്കും. അതിനെ നേരിടേണ്ടതിന് പകരം വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പോയിരുന്ന് കരയാനാണെങ്കിൽ അതിനകത്ത് എന്ത് ഹീറോയിസമാണ്? ആരാരെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഉരുളക്കുപ്പേര് പോലെ മറുപടി പറയണം. ഇവിടെ ശോഭ മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മാരാര് എന്തെന്ന് ചോദിച്ചതിന് കുന്തെന്നും ഉണ്ടോ എന്നും ചോദിച്ചിട്ട് പിന്നെ പോയിരുന്ന് കരച്ചിലാണ്. ലീവ് മീ അലോൺ, എന്നെ ഒറ്റപ്പെടുത്തുന്നേ, ഒന്ന് മാറി നിൽക്കൂ, എൻ്റെ അടുത്തേക്ക് ആരും വരരുത്, ഞാൻ ഒറ്റപ്പെടുകയാണ്, ഇതെൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്, ഒന്ന് മാറി നിൽക്കൂ പ്ലീസ്, എന്നെ ആശ്വസിപ്പിക്കരുത്, എനിക്കിവിടെ സുഹൃത്തുക്കൾ വേണ്ട, ഞാൻ ഒറ്റപ്പെടൽ ഗെയിം കളിച്ചോട്ടെ, എന്നാൽ ഈ ആഴ്ച എനിക്ക് വോട്ട് കിട്ടൂ, പ്ലീസ് പ്ലീസ് എന്ന് പറയുന്ന ശോഭയെ കാണുമ്പോൾ ഉള്ള കാര്യം പറയല്ല, ചിരിയാണ് പറഞ്ഞത്. പുല്ല്.